ഒരു ദിവസം എത്ര വെള്ളം കുടിക്കണം? രോഗികളും പ്രായമായവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ജലാംശം ഇല്ലാതെ ശരീരത്തിൽ ഒരു അവയവത്തിനും പ്രവർത്തിക്കാനാകില്ല. ഹൃദയമിടിപ്പ് ക്രമീകരിക്കുന്നത് മുതൽ മാലിന്യങ്ങൾ പുറം തള്ളുന്നതിന് വരെ ജലാംശം കൂടിയേ തീരൂ. ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ ഏറ്റവും മികച്ച മാർഗം വെള്ളം കുടിക്കുക എന്നതാണ്. എന്നാൽ വെള്ളം മാത്രമല്ല, ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം, ജലാംശമടങ്ങിയ പഴങ്ങൾ എന്നിവയെല്ലാം ശരീരത്തിന് ജലാംശം ഉണ്ടാകാൻ സഹായിക്കും. ശരീരഭാരം, പ്രായം തുടങ്ങിയ നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചാണ് ശരീരത്തിൽ വേണ്ട ജലാംശത്തിന്റെ അളവ് കണക്കാക്കുന്നത്. എന്നിരുന്നാലും ആരോഗ്യമുള്ള ഒരു പുരുഷന് 3.5 ലിറ്റർ വരെയും സ്ത്രീകൾക്ക് 2.5 ലിറ്റർ വരെയും വെള്ളം കുടിക്കാം. എന്നാൽ പ്രായമായവരും വൃക്ക, ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്കും 8 മുതൽ 10 ഗ്ലാസ് വരെ അളവിൽ വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. കാരണം ഇവർക്ക് കൂടുതൽ ജലം പുറത്തേക്ക് കളയാൻ പരിമിതികളുണ്ട്. അമിതമായ ജലാംശം ശരീരത്തിൽ കെട്ടിക്കിടന്നാൽ വാട്ടർ ഇൻടോക്സിക്കേഷൻ എന്ന അവസ്ഥയുണ്ടാകാൻ കാരണമാകും. ഇത്തരക്കാർക്ക് രക്തത്തിലെ സോഡിയത്തിന്റെ അംശവും കുറഞ്ഞു പോകാം. ഓർമ്മക്കുറവ്, തളർച്ച, ഛർദി, അപസ്മാരം, അബോധാവസ്ഥ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ഈ അവസ്ഥ തക്ക സമയത്ത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഗുരുതരമാകാം. ആവശ്യത്തിന് ശരീരത്തിൽ വെള്ളം എത്താതിരുന്നാൽ അത് നിർജ്ജലീകരണത്തിലേക്ക് നയിക്കും. ഇതുമൂലം ഓർമ്മക്കുറവ്, പെട്ടെന്നുണ്ടാകുന്ന സ്ഥലകാല വിഭ്രമം എന്നിവ സംഭവിക്കാം. രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും താഴാൻ സാധ്യതയുണ്ട്. തലച്ചോറിന്റെ പ്രവർത്തനവും കുറയും. പക്ഷാഘാതം, ഹൃദയാഘാതം തുടങ്ങിയവയ്ക്ക് വരെ നിർജ്ജലീകരണം കാരണമാകാം. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 2 മണിക്കൂർ ഇടവേളയിൽ വെള്ളം കുടിക്കാൻ ഓർക്കുക. 1 കുപ്പി വെള്ളം കൂടെ കരുതുന്നത് എളുപ്പമാക്കും. കൂടാതെ ജ്യൂസ്, കരിക്കിൻ വെള്ളം, സൂപ്പ്, തണ്ണിമത്തൻ, ഓറഞ്ച് പോലുള്ള പഴങ്ങൾ ഇടയ്ക്ക് കഴിക്കുന്നത് നിർജ്ജലീകരണം തടയാൻ സഹായിക്കും. പ്രായമായവർ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. അസ്വസ്ഥതയോ ശ്വാസം മുട്ടലോ ശ്രദ്ധക്കുറവോ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നിർജ്ജലീകരണത്തിന് ലക്ഷണമാകാം. കൂടാതെ ജലത്തിൽ അമിതമായ ഉപ്പും മധുരവും കൂടുന്നത് നിർജ്ജലീകരണത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെ വെള്ളം ധാരാളം കുടിക്കുക എന്നത് പ്രധാനമായി ചെയ്യണം. ദാഹം തോന്നുന്നില്ലെങ്കിൽ പോലും വെള്ളം കുടിക്കുക.